ഹേ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുമക്കളിലെ ദേഷ്യം, കുഞ്ഞുമക്കളുടെ ദേഷ്യത്തെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പാരന്റ്സും പറയുന്ന ഒരു പ്രോബ്ലം ആണ്. എന്താണെന്നറിയില്ല, കുഞ്ഞിന് ഭയങ്കര ദേഷ്യമാണ്. കുഞ്ഞ് പെട്ടെന്ന് എല്ലായിടത്തും എറിയുന്നു. ദേഷ്യം വരുന്ന സമയത്ത് പിന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള ടിപ്സ് എന്താണെന്നുള്ളത് ഒരുപാട് വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അതിലൊക്കെ പറയുന്നതും എനിക്ക് തോന്നുന്നു പാരന്റ്സ് കൺട്രോൾ ചെയ്യുക, പാരന്റ്സ് ദേഷ്യം കാണിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിനെ നോക്കി വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അമ്മയ്ക്കായിരിക്കും അത് കൂടുതൽ മനസ്സിലാകുന്നത്. അച്ഛന്മാരെക്കാളും അമ്മമാരാണല്ലോ കൂടുതൽ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അമ്മമാർക്കായിരിക്കും ഇത് പെട്ടെന്ന്, ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാനും ഒരു അമ്മയാണ്. നമ്മൾക്ക് ചില സമയങ്ങളിൽ നമ്മുടെ കൺട്രോൾ അങ്ങ് തെറ്റിപ്പോവും അല്ലെ. പലപ്പോഴും നമ്മൾ അങ്ങനെ കൺട്രോൾ തെറ്റി ദേഷ്യം കാണിക്കുന്നതാണ് പിന്നീട് ആ കുഞ്ഞും ആ ഒരു സംഭവം തിരിച്ചു കാണിക്കുന്നത്. ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ആ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുഞ്ഞും സെയിം അതുപോലെ പൊട്ടിത്തെറിക്കാൻ ശീലിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന്റെ ദേഷ്യത്തെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ ദേഷ്യപ്പെടുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ പറയൂ. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങള് നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം, എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കുഞ്ഞ് ദേഷ്യം കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ നീ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മളും കൂടെ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് നമ്മളൊന്ന് കാം ഡൗൺ ആവും. അവന്റെ ദേഷ്യം കാണിക്കുമ്പോൾ നമ്മളൊന്ന് കാം ഡൗൺ ആകും. കാം ഡൗൺ ആകുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക, ശ്വാസം ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ആകുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഒരു നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആകുന്നു. അപ്പൊ നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക, ഒന്ന് റിലാക്സ് ആവുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ ആ കുഞ്ഞ് എന്തുകൊണ്ട് അവിടെ ദേഷ്യം കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പൊ കുഞ്ഞ് ചിലപ്പോൾ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു ടോയ് വെച്ചിട്ട് കുഞ്ഞിന് ചിലപ്പോൾ അത് പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ പസിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പസിൽസ് ഇങ്ങനെ വയ്ക്കാനായിട്ട് കുഞ്ഞിന് പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തട്ടിയും കളയും. അപ്പൊ നമ്മളും തിരിച്ച് അങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ചിലപ്പം ഇത് നമ്മളിൽ നിന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ദേഷ്യം വന്നിട്ട് വേറെ പല സിറ്റുവേഷൻസിലും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എടുത്തെറിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കുഞ്ഞിന് ഒരു സിറ്റുവേഷൻ അങ്ങനെ പറ്റുന്നില്ല, അവന് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ അവൻ അങ്ങനെ ആയിരിക്കാം റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിനക്ക് അവിടെ ദേഷ്യം വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാം. മോനെ, നിനക്ക് ഫസ്റ്റ് ചെയ്തപ്പോ ഇത് പറ്റുന്നില്ല അല്ലേ, അമ്മ ഹെൽപ്പ് ചെയ്യാം, എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത്, അമ്മയുടെ ഹെൽപ്പ് എന്താ ചോദിക്കാത്തത്, അമ്മ ഇവിടെ ഇരിക്കുവല്ലേ, പിന്നെ നീ എന്താ ചോദിക്കാത്ത അമ്മയുടെ ഹെൽപ്പ്, അമ്മ ഹെൽപ്പ് ചെയ്യാലോ, നമുക്ക് രണ്ടുപേർ കൂടി ചെയ്താലോ. ദേഷ്യപ്പെടേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ സമീപിക്കുക. അപ്പം 1-2 പ്രാവശ്യം കഴിയുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യും, അമ്മയെടുത്ത ഹെൽപ്പ് ചോദിക്കും. ആദ്യത്തെ പ്രാവശ്യം പസിൽ ചെയ്തു, അവന് പറ്റുന്നില്ല, അതിനെടുത്ത് എറിയുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നു, എന്താണ് മോനെ, പസിൽ അമ്മ ഹെൽപ്പ് ചെയ്യായിരുന്നല്ലോ, നീ എന്തിനാ അങ്ങനെ എടുത്തെറിഞ്ഞത്, നിന്റെ സാധനം തന്നെയല്ലേ നശിച്ചു പോകുന്നത്, അതെന്തിനാ നീ എടുത്തെറിഞ്ഞത്, അമ്മ ഹെൽപ്പ് ചെയ്യാലോ, അമ്മ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ എടുത്തെറിഞ്ഞെന്ന് വരും. മൂന്നാമത്തെ പ്രാവശ്യം തൊട്ട് അവൻ പെട്ടെന്ന് ആലോചിക്കും. പെട്ടെന്ന് അവന് പറ്റാതെ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ പെട്ടെന്ന് അമ്മയെടുത്ത് പറയും അല്ലെ, അമ്മ എനിക്ക് ഇതൊന്ന് ഹെൽപ്പ് ചെയ്തോ, അല്ലെങ്കിൽ അതൊന്ന് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുവാണ്, അവന് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹെൽപ്പ് വേണം എന്ന് അവൻ പറയാൻ പ്രാപ്തനാകും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് റിലാക്സ് ആകുക, ഡീപ് ബ്രീത്ത് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ദ ട്രിഗേഴ്സ്. ആ ട്രിഗേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. കുഞ്ഞ് എന്തുകൊണ്ട് ആ ദേഷ്യം കാണിച്ചു എന്നുള്ള ആ ഒരു കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനൊരു സൊല്യൂഷൻ നമ്മൾ അവരുടെ കൂടെ ചേർന്നിരുന്ന് അത് കണ്ടുപിടിക്കുക. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴും അവരെ നമ്മൾക്കൊരു 5 പ്രാവശ്യം അവരോട് ഈ ഡീപ് ബ്രീത്ത് എടുക്കാനായിട്ട് നമുക്കൊന്ന് അവരോട് പറയാം. മോനെ, നന്നായിട്ടൊന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മളും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളും റിലാക്സ് ആവും. കുഞ്ഞിനോട് അത് പറയുമ്പോൾ കുഞ്ഞും അത് ചെയ്യുമ്പോൾ കുഞ്ഞും ഒന്ന് റിലാക്സ് ആവും. അവനൊന്ന് റിലാക്സ് ആയേ, ഒന്ന് കാമായേ, ഇങ്ങനെ പറഞ്ഞ് അവനെ ഒന്ന് കാമാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. മാത്രമല്ല,
നമ്മൾ കുഞ്ഞുങ്ങളിലുള്ള ആ ഒരു എമ്പതി എന്ന് പറയുന്ന ഒരു എമ്പതി എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് കേട്ടോ. ആ ഒരു സ്കില്ലിനെ നമ്മൾ ഒന്ന് എന്താണ് നമ്മളൊന്ന് ആ ഒരു സ്കില്ലിനെ നമ്മൾ ഒന്ന് എൻകറേജ് ചെയ്യിക്കുക. ഇപ്പൊ സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട് അല്ലെ. എന്താണ് സിമ്പതി? സിമ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വഴിയരികിൽ ഇപ്പൊ വഴിയരികിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. അപ്പൊ ആ ഭിക്ഷക്കാരനെ കാണുമ്പോൾ ചിലപ്പോ ആളൊരു വികലാംഗനായിരിക്കാം. അപ്പൊ നമ്മൾ അയാളെ കാണുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ പാവം, കഷ്ടം, അയാൾക്ക് വയ്യാന്ന് തോന്നുന്നു, പാവം അല്ലേ. ഇത് സിമ്പതി. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുവാണ്, അയ്യോ അയാളുടെ സ്ഥാനത്ത് നമ്മളാണ് ആ സ്ഥാനത്ത് പോയിരിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, അയ്യോ നമുക്കാണ് ആ കൈയും കാലും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അത് സർവൈവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞ് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഈ ടോയ്സ് ഒക്കെ എടുത്ത് എറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ അവന് നന്നായിട്ട് വേദനിച്ചിട്ട്, ഇപ്പൊ നിന്നെയാണ് എടുത്ത് എറിയുന്നതെങ്കിൽ നിനക്ക് എത്ര വേദനിക്കും, നിന്നെയാണ് ആ കൊച്ചു വന്ന് നിന്നെയാണ് ഇങ്ങനെ പിച്ചുന്നെങ്കിൽ നിനക്ക് എത്ര വേദനിക്കും, നിനക്കറിയാലോ വേദനിക്കുന്നത്, ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ നിനക്കറിയാലോ വേദനിക്കും എന്നറിയാലോ. അപ്പൊ ആ കുട്ടിക്ക് എത്ര വേദനിച്ച് കാണും. അപ്പൊ ആ കുട്ടിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ആയത് എന്താണെന്ന് ഈ നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നീയാണ് ആ സ്ഥാനത്ത് നിന്നെങ്കിൽ എന്തായിരിക്കും നിനക്ക് തോന്നുന്നത്. അപ്പൊ കുറച്ച് എമ്പതി നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കുക. എമ്പതി എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് കുറച്ച് കുറവുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ, ഇത് കുഞ്ഞുങ്ങൾക്ക് കുറവാണെങ്കിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവരെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഇനി പാരന്റ്സിന് എമ്പതി കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെ? പാരന്റ്സിന് എമ്പതി കുറവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി എമ്പതി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പാരന്റ്സ് ആദ്യം മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും കുഞ്ഞ് പഠിക്കുന്നത്. ഇത് കുഞ്ഞ് കണ്ടു പഠിക്കുന്നത് അതല്ലേ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിങ്ങനെ നോക്കി കാണുവാണ്. അത് തന്നെയാണ് കുഞ്ഞ് ഒരു പരിധി വരെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എമ്പതി കുറവാണെങ്കിൽ നമ്മളും ആ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞിനും ആ ഒരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുഞ്ഞല്ലേ, അപ്പൊ അതിന് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് എറിഞ്ഞും മറ്റുള്ള കുട്ടികളെ എടുത്ത് എറിയാനൊക്കെ തോന്നുമ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ അത് ഓർമ്മ വന്നാൽ നല്ലതല്ലേ. കുഞ്ഞ് ചിന്തിക്കുമല്ലോ, വേദനിക്കും, കരയും എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമല്ലോ. അപ്പൊ എൻപതി എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ബിഹേവിയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതായത് എന്ന് വെച്ചിട്ട് ഞാൻ പറയാം, കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ല കുഞ്ഞിന് കൊടുക്കേണ്ടത്. അതൊരിക്കലും ചെയ്യരുതെന്നേ ഞാൻ പറയൂ. കാരണം പിന്നീട് അത് കുഞ്ഞിനിങ്ങനെ ഡിമാൻഡ്സ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ കുഞ്ഞ് പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല ബിഹേവിയറിന് കുറച്ച് പൈസ കൂടുതലുള്ള ടോയ്സ് അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ കുഞ്ഞ് നല്ല ബിഹേവിയർ കാണിക്കുമ്പോൾ വാങ്ങി കൊടുക്കണം എന്നുള്ളത് നല്ലൊരു പാരന്റിംഗ് ഒന്നും അല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരു സ്റ്റാർ കൊടുക്കുന്നത് പോലും, ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റാറിന്റെ സ്റ്റിക്കറൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് പോലും ഒരു റിവാർഡാണ് കുഞ്ഞിന്. കുഞ്ഞായിരിക്കുമ്പോൾ അവൻ അത് തന്നെ ഒരു കൗതുകമാണ്. നമ്മളിങ്ങനെ കയ്യിൽ ഒരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക. നല്ല ബിഹേവിയർ കാണിച്ചില്ലെങ്കിൽ നല്ല കുട്ടിയായിരുന്നല്ലോ. ഇപ്പൊ ചില കുട്ടികളോട് കുളിക്കാനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ച് നമ്മൾ മടുക്കുമല്ലേ, ഇനി എങ്ങനെയോ പോകുന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പോയിരിക്കുന്ന സമയങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയല്ല, കുളിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു ഗിഫ്റ്റ് തരാം, കുളിച്ചു കഴിഞ്ഞ് ഇന്നൊരു സൂത്രം തരുന്നുണ്ടമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ നമ്മൾ പതുക്കെ കുളിക്കാനായിട്ട് കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയണം, നല്ല കുട്ടിയായിട്ട് കുളിക്കാൻ വന്നല്ലോ, അതുകൊണ്ട് അമ്മ ഒരു ഗിഫ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാർ ഒന്ന് കയ്യിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് അതൊരു കൗതുകമായിരിക്കും. പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ടോയ്സ് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ റിവാർഡായിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ സ്റ്റാർ കുഞ്ഞിന് ഒന്നും തോന്നില്ല കേട്ടോ. പിന്നീട് പോകെ ഇങ്ങനെ ഒത്തിരി പൈസ കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗിഫ്റ്റായിട്ട് കുഞ്ഞിന് കൊടുക്കുക. പിന്നീട് പോകെ വലിയ വലിയ ഗിഫ്റ്റ്, കുഞ്ഞിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് വലിയ വലിയ ഗിഫ്റ്റ് വേണ്ടി വരുമായിരിക്കുമല്ലോ. കാരണം കുഞ്ഞിന്റെ പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ടോയിലൊന്നും നിൽക്കുന്നതല്ല അവരുടെ ആവശ്യങ്ങളല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ നോക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ശീലിപ്പിക്കുക. കുഞ്ഞു ടോയ്സും അങ്ങനെ സ്റ്റാർസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവാർഡായിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഞാൻ പിന്നെയും പറയട്ടെ, നമ്മളും മനുഷ്യരാണ്, നമ്മൾക്കും ദേഷ്യമുണ്ട്. നമ്മള് പാരന്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മള് എന്താണ് എങ്ങനെ പറയട്ടെ, നമ്മള് സൂപ്പർ ഹീറോസ് ഒന്നും അല്ലല്ലേ. സോ നമ്മൾക്കും ദേഷ്യം വരും, അത് നോർമലാണ്. പക്ഷെ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അത് കുഞ്ഞും കണ്ടുപിടിക്കും. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയണം, അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചില സമയങ്ങളിൽ കുഞ്ഞ് ഭയങ്കര വികൃതി കാണിക്കുമല്ലേ, അപ്പൊ നമ്മൾ പറയണം, അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അമ്മ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് കേട്ടോ മോനെ, അമ്മ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്, ദേഷ്യം വരുന്നുണ്ട് പക്ഷെ കൺട്രോൾ ചെയ്യുവാണ് വെച്ചിട്ട് കുഞ്ഞുങ്ങള് പെട്ടെന്ന് അങ്ങ് ദേഷ്യം കുറച്ച് വരും എന്നല്ല കേട്ടോ. ഇത് പോകെ പോകെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് എന്ന് തന്നെ പറയാം. അത് നല്ല ട്രെയിൻഡ് ആവുകയും കുഞ്ഞുങ്ങൾ ആ ഒരു ദേഷ്യം വരുമ്പോൾ ഒന്ന് കൺട്രോൾ ആവുകയും ചെയ്യും. പിന്നെ അവർ എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. അതായത് ഇപ്പോൾ എന്താണ്, ചില സമയങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ തമ്മിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്നെടുത്ത് ടോയ്സ് ഒക്കെ എടുത്ത് എറിയുന്നു അല്ലെങ്കിൽ അടിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്തത് അത് മോശമാണ്, അത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ എന്താണ്, മോൻ അടിച്ചപ്പോൾ വേദനിച്ചല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ എമ്പതിയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയും ടിപ്സ് ഒക്കെയാണ് കുഞ്ഞുങ്ങളുടെ ദേഷ്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ വീഡിയോസ് കാണുന്നവരോട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.